ഹലോ എവരി വൺ, ദിസ് ഇസ് GB സെബാസ്റ്റ്യൻ. വെൽക്കം ടു GB's ക്ലാസ്സസ്. ഇന്ന് നമ്മൾ CBSE 8ാം ക്ലാസ് ഇംഗ്ലീഷ് സപ്ലിമെൻ്ററി റീഡർ ടെക്സ്റ്റ് ബുക്കായ ഇറ്റ് സോ ഹാപ്പൻഡ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഇത് സെൽഫിഷ് ജയൻറ്റ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സെൽഫിഷ് ജയൻറ്റ് എന്ന ചാപ്റ്റർ കാണാത്തവർ ഈ GB's ക്ലാസ്സസിൽ ക്ലിക്ക് ചെയ്യുക, പിന്നെ പ്ലേലിസ്റ്റിലോട്ട് പോവുക. പല പ്ലേലിസ്റ്റുകൾ നിങ്ങൾക്ക് കാണാം. അതിൽ CBSE ക്ലാസ് 8 ഇംഗ്ലീഷ് എന്ന പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഇതിനു മുമ്പുള്ള എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഈസ് ദ ജയൻറ്റ് കോൾഡ് സെൽഫിഷ്? ആ ജയൻറ്റിനെ എന്തുകൊണ്ടാണ് സെൽഫിഷ് എന്ന് നമ്മൾ വിളിക്കുന്നത്? The giant is called selfish because he did not let the children play in his garden. അദ്ദേഹത്തെ ആ ജയൻറ്റിനെ സെൽഫിഷ് എന്ന് എന്തുകൊണ്ടാണ് വിളിച്ചെന്ന് പറഞ്ഞാൽ, ആ ജയൻറ്റ് കുട്ടികളെ അദ്ദേഹത്തിൻ്റെ ഗാർഡനിൽ കളിക്കാനായിട്ട് അനുവദിച്ചില്ല. ഡിഡ് നോട്ട് ലെറ്റ് ദ ചിൽഡ്രൻ. ഡിഡ് നോട്ട് ലെറ്റ് എന്ന് പറഞ്ഞാൽ അനുവദിച്ചില്ല എന്നർത്ഥം. ഹി ഡ്രോവ് ദം ഔട്ട്. അവരെ ഓടിച്ചു വിട്ടു. ഡ്രോവ് ദം ഔട്ട്, ഡ്രൈവ് ദം ഔട്ട്, ഡ്രോവ് ദം ഔട്ട് എന്ന് പറഞ്ഞാൽ ഓടിച്ചു വിട്ടു, അവരെ പുറത്തിറക്കി. ആൻഡ് ബിൽറ്റ് എ ഹൈ വാൾ അറൗണ്ട് ഹിസ് ഗാർഡൻ. ഗാർഡന് ചുറ്റും വലിയൊരു മതിൽ കെട്ടി, അല്ലെങ്കിൽ വേലി കെട്ടി. ആൻഡ് പുട്ട് അപ്പ് എ ബോർഡ് ദാറ്റ് റെഡ് ട്രെസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. അപ്പോൾ എന്നിട്ട് ഒരു ബോർഡും സ്ഥാപിച്ചു. എന്താ ബോർഡിൽ എഴുതിയത്? ട്രെസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. അതായത് അനുവാദമില്ലാതെ ഉള്ളിൽ കടക്കുന്നവരെ പണിഷ് ചെയ്യും, ശിക്ഷിക്കും എന്ന ബോർഡും വെച്ചു. അതുകൊണ്ടാണ് ആ ജയൻറ്റിനെ സെൽഫിഷ് എന്ന് വിളിച്ചത്. ഓൺ വൺ ഒക്കേഷൻ ദ ചിൽഡ്രൻ സെഡ്. ഒരു സിറ്റുവേഷനിൽ കുട്ടികൾ പറയുന്നു, ഹൗ ഹാപ്പി വി ആർ ഹിയർ. എത്ര സന്തോഷവാന്മാർ ആണ് നമ്മൾ ഇവിടെ. ലേറ്റർ ദേ സെഡ്. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഹൗ ഹാപ്പി വി വർ ദെയർ. അവിടെ നമ്മൾ എത്ര ഹാപ്പി ആയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ രണ്ട് സിറ്റുവേഷൻസ് പറയുകയാണ്. വാട്ട് ആർ ദേ റെഫറിങ് ടു ഇൻ ബോത്ത് ദ കേസസ്? ഈ രണ്ട് കേസിലും അവരെന്തിനെയാണ് റെഫർ ചെയ്യുന്നത്? ഇൻ ദ ഫസ്റ്റ് കേസ് ദേ വർ റെഫറിങ് ടു ദ ജയൻറ്റ്സ് ഗാർഡൻ. ആ ഫസ്റ്റ് കേസിൽ അവർ ആ ജയൻറ്റിൻ്റെ ഗാർഡൻ, ആ ഗാർഡനെയാണ് ഉദ്ദേശിച്ചിരുന്നത്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. വേർ ദേ വുഡ് പ്ലേ വൈൽ റിട്ടേണിങ് ഫ്രം സ്കൂൾ. സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവർ ആ ജയൻറ്റിൻ്റെ ഗാർഡനിൽ കളിക്കുകയായിരുന്നു. എന്നും കളിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഹൗ ഹാപ്പി വി ആർ ഹിയർ. നമ്മളിവിടെ ആ സമയത്ത് പറഞ്ഞതാണ് എത്ര സന്തോഷവാന്മാരാണ് നമ്മൾ ഈ ഗാർഡനിൽ കളിക്കുമ്പോൾ എന്ന്. ദേ ഹാഡ് എ ഗ്രേറ്റ് ടൈം വെനെവർ ദേ പ്ലേഡ് ഇൻ ദ ഗാർഡൻ. അവർ ആ ഗാർഡനിൽ കളിക്കുമ്പോൾ അവർ വളരെ സന്തോഷവാന്മാരായിരുന്നു. ഇൻ ദ സെക്കൻഡ് കേസ്, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ദേ ആർ അഗെയിൻ റെഫറിങ് ടു ദ ഗാർഡൻ. അതും ആ ഗാർഡനത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷേ ടോക്കിംഗ് അബൌട്ട് ഹൗ ഹാപ്പി ദേ വർ ബിഫോർ ദ ജയൻറ്റ് സ്റ്റോപ്പ് ദെം ഫ്രം പ്ലേയിങ് ഇൻ ദ ഗാർഡൻ. ആ ജയൻറ്റ് പിന്നീട് ഒരിക്കൽ അവരെ ആ ഗാർഡനിൽ നിന്ന് ഇറക്കി വിടുകയും ആ ഗാർഡന് ചുറ്റും വലിയ മതിൽ കെട്ടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ അവർക്ക് കളിക്കാൻ പറ്റാതായി ആ ഗാർഡനിൽ. ദ ജയൻറ്റ് സ്റ്റോപ്പ് ദെം ഫ്രം പ്ലേയിങ് ഇൻ ദ ഗാർഡൻ. ആ ഗാർഡനിൽ കളിക്കുന്നതിൽ നിന്നും അവരെ വിലക്കി. അപ്പോൾ ആ വിലക്കുന്നതിന് മുമ്പ്, വിലക്കി കഴിഞ്ഞപ്പോഴാണ് അവർ കഴിഞ്ഞിട്ട് പറയുന്നതാണ് നമ്മൾ എത്ര സന്തോഷവാന്മാരായിരുന്നു ആ ഗാർഡനിൽ എന്ന്. ഇൻ ബോത്ത് ദ കേസസ് ദി ചിൽഡ്രൻ ആർ റെഫറിങ് ടു ദ ജയൻറ്റ്സ് ഗാർഡൻ. ഈ രണ്ട് കേസിലും, രണ്ട് സിറ്റുവേഷനിലും അവർ പറയുന്നത് ആ ജയൻറ്റിൻ്റെ ഗാർഡനെ കുറിച്ച് തന്നെയാണ്. വെൻ സ്പ്രിങ് കെയിം ഇറ്റ് വാസ് സ്റ്റിൽ വിൻ്റർ ഇൻ ദ ഗാർഡൻ. വസന്തകാലം വന്നിട്ടും ആ ഗാർഡനിൽ എന്തായിരുന്നു? വിൻ്റർ ആയിരുന്നു. വാട്ട് ഡസ് ദ വിൻ്റർ സ്റ്റാൻഡ് ഫോർ ഓർ ഇൻഡിക്കേറ്റ് ഹിയർ? ആ വിൻ്റർ എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇൻ ദ സ്റ്റോറി വിൻ്റർ സ്റ്റാൻഡ്സ് ഫോർ എ നെഗറ്റീവ്, ഡിസൊലേറ്റ് ആൻഡ് ലൈഫ്ലെസ് എൻവയോൺമെൻറ്റ്. ഈ സ്റ്റോറിയിൽ ആ വിൻ്റർ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ ഡിസൊലേറ്റ് എൻവയോൺമെൻറ്റ്, ആരുമില്ലാത്ത അൺഹാപ്പിയായ ഒരു എൻവയോൺമെൻറ്റ്. ലൈഫ്ലെസ് എൻവയോൺമെൻറ്റ് മീൻസ് ജീവനില്ലാത്തൊരു എൻവയോൺമെൻറ്റ്, ഊർജ്ജമില്ലാത്ത ഒരു പരിസ്ഥിതിയെയാണ് ഇവിടെ
വിൻ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ദിസ് എൻവയോൺമെൻറ്റ്, ഈ എൻവയോൺമെൻറ്റിൽ ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ് ഡിഡ് നോട്ട് ബ്ലോസം, മരങ്ങളും പൂക്കളൊന്നും, മരങ്ങളിൽ പൂക്കളൊന്നുമില്ല, ബ്ലോസം ചെയ്യുന്നില്ല. ഹിയർ ദ വിൻ്റർ ഓൾസോ റെഫേഴ്സ് ടു ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ഡിപ്രഷൻ ആൻഡ് ലേസിനെസ്. അതുപോലെ തന്നെ വിൻ്റർ എന്ന് പറയുന്നത് റെഫർ ചെയ്യുന്നത് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ഡിപ്രഷനും, അതായത് അൺഹാപ്പിനെസ്, സാഡ്നെസ്, അതുപോലെ തന്നെ ലേസിനെസ്സിനെയൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. മടി, ലേസിനെസ്. സിൻസ് ദ ബേർഡ് ഡിഡ് നോട്ട് സിങ്, ബേർഡ്സ് സിങ് ചെയ്യാത്തതുകൊണ്ട്, പാട്ട് പാടാത്തതുകൊണ്ട്, ചിൽഡ്രൻ ഡിഡ് നോട്ട് പ്ലേ, ബേർഡ്സ് പാട്ട് പാടുന്നില്ല, അതുപോലെ തന്നെ കുട്ടികൾ അവിടെ കളിക്കുന്നില്ല. ആൻഡ് സ്പ്രിങ് ഡിഡ് നോട്ട് വിസിറ്റ് ദ ഗാർഡൻ, അതുകൊണ്ടാണ് ആ ഗാർഡനിൽ വസന്തകാലം വരാതിരുന്നത്. വിൻ്റർ പ്രൊലോങ്ഡ് ഇറ്റ്സ് സ്റ്റേ ഇൻ ദ ഗാർഡൻ. അപ്പോൾ വിൻ്റർ തന്നെ അങ്ങനെ പ്രൊലോങ് ചെയ്തു, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തു ആ ഗാർഡനിലെ അതിൻ്റെ വിൻ്ററിൻ്റെ സ്റ്റേ. അപ്പോൾ ഇനി അടുത്തത്, വിൻ്റർ ഹാസ് ബീൻ പ്രസൻറ്റഡ് ലൈക്ക് എ സ്റ്റോറി വിത്ത് ഇറ്റ് ഓൺ ക്യാരക്ടേഴ്സ്. വിൻ്ററിനെ നമ്മളിവിടെ കാണുന്നത് ഒരു കഥയായിട്ടും അതിൻ്റെ സ്വന്തമായ കുറേ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ആക്ടിവിറ്റീസിനെ എല്ലാം അവിടെ കുറിച്ച് പറയുന്നുണ്ട്. ഡിസ്ക്രൈബ് ദ സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്സ്. ആ വിൻ്ററിനെ കുറിച്ച് ഇവിടെ പറയുന്നതും അതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ചും അതിൻ്റെ ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. വെൻ ദ സ്പ്രിങ് കെയിം, വസന്തകാലം വന്നപ്പോൾ, ബേർഡ്സ് ഡിഡ് നോട്ട് സിങ് ആസ് ദെയർ വർ നോർ ചിൽഡ്രൻ. അതായത് കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഗാർഡനിൽ കളിക്കാനായിട്ട് കുട്ടികളില്ല, ബേർഡ്സ് വന്നില്ല, ബേർഡ്സുകൾ അവരുടെ പാട്ട് പാടിയില്ല. ആൻഡ് ദ ട്രീസ് ഡിഡ് നോട്ട് ബ്ലോസം. അങ്ങനെയൊക്കെ ആയപ്പോൾ മരങ്ങളിൽ പുഷ്പം അല്ലെങ്കിൽ മരങ്ങൾ മുട്ടിടുകയോ പൂക്കളുണ്ടാവുകയോ ഒന്നും ചെയ്തില്ല. ആൻഡ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻസ് a flower put its head out from the grass. ഒരു ഇൻസ്റ്റൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഒരു ഫ്ലവർ ഗ്രാസിൽ നിന്ന് പുറത്തോട്ട് തലയിട്ട് ഹവർ ഇറ്റ് സോ ദ നോട്ടീസ് ബോർഡ്. അപ്പോൾ അത് നോക്കിയപ്പോൾ എന്താ കണ്ടത്? ഒരു നോട്ടീസ് ബോർഡാണ് കണ്ടത്. ട്രെസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരുന്ന ആ നോട്ടീസ് ബോർഡ് പുട്ട് അപ്പ് ബൈ ദ ജയൻ്റ് അവിടെ തൂക്കിയിരുന്ന ആ നോട്ടീസ് ബോർഡ് കണ്ടു. ഇറ്റ് ഫെൽറ്റ് സാഡ് ആൻഡ് സോറി ഫോർ ദ ചിൽഡ്രൻ. കുട്ടികളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ആ പൂവിന്, ഫ്ലവറിന് ദുഃഖം തോന്നി, അതുപോലെ തന്നെ വളരെ സോറി ഫീൽ ചെയ്തു. ആൻഡ് ഇറ്റ് ഗോട്ട് ബാക്ക് ഇൻസൈഡ് ദ ഗ്രാസിൻ്റെ ഉള്ളിലോട്ട് തന്നെ തിരിച്ചുപോയി. ആൻഡ് വെൻറ്റ് ഓഫ് ടു സ്ലീപ്പ്. തിരിച്ചുപോയി ഉറങ്ങാനായിട്ട്, പിന്നീടും തിരിച്ചുപോയി. അപ്പോൾ പൂക്കളൊന്നും വന്നില്ല, അതുപോലെ തന്നെ ട്രീസിൽ ബ്ലോസം ഒന്നും ഉണ്ടായില്ല, ബേർഡ്സ് വന്നില്ല, ബേർഡ്സ് സിങ് ചെയ്തില്ല. ആൻഡ് ഓൺ ദ അതർ ഹാൻഡ്, മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ, ഓൺ ദ അതർ ഹാൻഡ്, ആ സമയത്ത് തന്നെ ആ ഗാർഡനിൽ വിൻ്റർ ആയിരുന്നുകൊണ്ട് സ്നോയും ഫ്രോസ്റ്റും അവരെല്ലാവരും എന്തായിരുന്നു? വെർ വെരി ഹാപ്പി. മഞ്ഞിനും ഐസും ഒക്കെ അവർക്ക് വളരെ സന്തോഷമായി. അവർക്ക് ആ ഗാർഡനിൽ വിൻ്റർ ആയതുകൊണ്ട് അവർക്ക് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം, അവർക്ക് പോകേണ്ട കാര്യമില്ല. വൈൽ ദ സ്നോ കവേർഡ് ദ ഗ്രാസിനെ കവർ ചെയ്തു. ദ ഫ്രോസ്റ്റ് ഫെൽ ഓൺ ഓൾ ട്രീസ്. ഐസ് എല്ലാ മരങ്ങളുടെ മേളിലും വീണ് കിടക്കുകയാണ്. ആൻഡ് ദേ ഇൻവൈറ്റഡ് ദ നോർത്ത് വിൻഡ് ടു സ്റ്റേ വിത്ത് ദം. നോർത്ത് വിൻഡിനെ അവർ ഇൻവൈറ്റ് ചെയ്തു അവരുടെ കൂടെ തന്നെ നിൽക്കാനായിട്ട്, തണുപ്പുള്ള കാറ്റിനെ. ആൻഡ് ലേറ്റർ ഈവൻ ദ ഹെയിൽ വാസ് ആസ്ഡ് ടു വിസിറ്റ്. ഹെയിൽ എന്ന് പറഞ്ഞാൽ ലാലിപ്പഴം അല്ലെങ്കിൽ ഹെയിൽ സ്റ്റോം, അതിനെയും വിളിച്ചു, അതും വന്നു. ദ ഹെയിൽ റാറ്റിൽഡ് ഓൺ ദ റൂഫ് ഓഫ് ദ കാസിൽ എവറി ഡേ അണ്ടിൽ സം ഓഫ് ഇറ്റ് സ്റ്റാർട്ടഡ് ബ്രേക്കിംഗ്. ആ കാസിൽ, ആ വീടിൻ്റെ മേളിലൊക്കെ, ആ ജയൻറ്റിൻ്റെ കാസിലിൻ്റെ മേളിലൊക്കെ ഈ ഹെയിൽ സ്റ്റോംസ് ഉണ്ടാവും. എന്നിട്ട് കുറേ പാർട്സ് എല്ലാം ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദെൻ ഇറ്റ് റാൻ റൗണ്ട് ദ ഗാർഡൻ. എന്നിട്ട് ആ ഹെയിൽ സ്റ്റോം മൊത്തം ഗാർഡനിൽ ചുറ്റും ഓടി നടക്കും. ആസ് ഫാസ്റ്റ് ആസ് ഇറ്റ് കുഡ്. എത്രമാത്രം ഫാസ്റ്റായിട്ട് ഓടാമോ അത്രയും ഫാസ്റ്റായിട്ട് അത് ഓടി നടക്കും. അങ്ങനെ ഈ സ്റ്റോറിയിൽ വിൻ്ററിലെ കുറേ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുന്നു, സ്നോയിനെ കുറിച്ച് പറയുന്നു, ഫ്രോസ്റ്റിനെ കുറിച്ച് പറയുന്നു, നോർത്ത് വിൻഡിനെ കുറിച്ച് പറയുന്നു, ഹെയിലിനെ കുറിച്ച് പറയുന്നു. അതിൻ്റെയൊക്കെ കുറേ ആക്ടിവിറ്റീസിനെ കുറിച്ചെല്ലാം ഈ സ്റ്റോറിയിൽ പറയുന്നുണ്ട്. അടുത്തത്, വാസ് ദിസ് ജയൻറ്റ് ഹാപ്പി ഓർ സാഡ് ഓവർ ദ സ്റ്റേറ്റ് ഓഫ് ദ ഗാർഡൻ. ആ ഗാർഡൻ്റെ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ ഗാർഡൻ്റെ സ്ഥിതി കണ്ടിട്ട് ഈ ജയൻറ്റ് ഹാപ്പി ആയിരുന്നോ അതോ സാഡായിരുന്നോ?
ദ ജയൻറ്റ് വാസ് സാഡ് ഓവർ ദ സ്റ്റേറ്റ് ഓഫ് ഹിസ് ഗാർഡൻ. ആ ഗാർഡൻ്റെ അപ്പത്തെ സ്ഥിതി കണ്ട് ജയൻറ്റിന് വളരെ സങ്കടം തോന്നി. ഹീ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വൈ സ്പ്രിങ് വാസ് സോ ലേറ്റ് ഇൻ കമ്മിങ്. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, മനസ്സിലായില്ല എന്തുകൊണ്ടാണ് വസന്തകാലം, സ്പ്രിങ് ഈസ് സോ ലേറ്റ് ഇൻ കമ്മിങ്, എന്തുകൊണ്ടാണ് വളരെ അധികം വസന്തകാലത്തിന് വരാനായിട്ട് നേരമെടുക്കുന്നത് അല്ലെങ്കിൽ വൈകുന്നതെന്ന്. വാട്ട് ഇഫക്റ്റ് ഡിഡ് ദ ലിനറ്റ്സ് സോങ് ഹാവ് ഓവർ ദ ഹെയിൽ ആൻഡ് ദ നോർത്ത് വിൻഡ്. ലിനറ്റ് ഒരു ചെറിയ ബേർഡ്, നല്ല മധുരമായി പാടുന്ന ഒരു ബേർഡ് ആണ് ലിനറ്റ്. ലിനറ്റിൻ്റെ ആ സോങ് അതിൻ്റെ എഫക്റ്റ് എന്തായിരുന്നു? ഹെയിലിലും അതുപോലെ തന്നെ നോർത്ത് വിൻഡിലും അതെന്ത് എഫക്റ്റാണ് ഉണ്ടാക്കിയത്? വെൻ ദ ലിനറ്റ് സാങ്, ലിനറ്റ് പാടിയപ്പോൾ ഹെയിൽ സ്റ്റോപ്പ് ഡാൻസിങ് ഓവർ ഹിസ് ഹെഡ്. അപ്പോൾ ഹെയിൽ അതിൻ്റെ നൃത്തം നിർത്തി. ആൻഡ് ദ നോർത്ത് വിൻഡ് സ്റ്റോപ്ഡ് റോറിങ്. ആ നോർത്ത് വിൻഡ് ആ സൗണ്ട് ഉണ്ടാക്കുന്നല്ലേ, അതിൻ്റെ ഗർജനം നോർത്ത് വിൻഡ് നിർത്തി. ദ ലിറ്റിൽ ചൈൽഡ്സ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് ഹാഡ് മാർക്സ് ഓഫ് നീൽസ്. അപ്പോൾ ആ ചെറിയ കുട്ടിയുടെ കയ്യിലും കാലിലും ആണികൾ തറച്ച പാടുണ്ടായിരുന്നു. ഹൂ ഡസ് ദ ചൈൽഡ് റിമൈൻഡ് ഓഫ് യു. ആ ചൈൽഡ് നിങ്ങളെ ആരെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്? ഗിവ് റീസൺസ് ഫോർ യുവർ ആൻസർ. അതിനുള്ള ആൻസറിനുള്ള നിങ്ങളുടെ റീസണാണ് ചോദിക്കുന്നത്. ദ ചൈൽഡ് റിമൈൻഡ്സ് വൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ജീസസ് ക്രൈസ്റ്റിനെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വെൻ ദ ജയൻറ്റ് മെറ്റ് ദ ലിറ്റിൽ ചൈൽഡ് ഫോർ ദ സെക്കൻഡ് ടൈം, രണ്ടാമത്തെ പ്രാവശ്യം ആ ലിറ്റിൽ ചൈൽഡിനെ മീറ്റ് ചെയ്തപ്പോൾ ഹീ സോ ഇംപ്രിൻറ്റ്സ് ഓഫ് ദ നെയിൽസ് ഓൺ ഹിസ് പാംസ് ആൻഡ് ഫീറ്റ്. ആ കൊച്ചിൻ്റെ കയ്യിലും കാലിലും ആണി തറച്ച പാടുകൾ, അതിൻ്റെ അടയാളങ്ങൾ, ഇംപ്രിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അടയാളങ്ങൾ, മാർക്ക് കാണാൻ പറ്റുമായിരുന്നു. വെൻ ക്രൈസ്റ്റ് വാസ് ക്രൂസിഫൈഡ്, ജീസസ് ക്രൈസ്റ്റിനെ കുരിശിൽ തറച്ചപ്പോൾ നെയിൽസ് വർ ഡഗ് ഇൻ ടു ദ പാംസ് ആൻഡ് ഫീറ്റ്. കൈവെള്ളയിലും അതുപോലെ തന്നെ കാലിലും ആണി തറച്ചു വെച്ചിരുന്നു. ആൻഡ് ഹി ഹാഡ് സാക്രിഫൈസ്ഡ് ഹിസ് ലൈഫ് ഫോർ ഹ്യൂമാനിറ്റി. മനുഷ്യർക്ക് വേണ്ടി ജീസസ് ക്രൈസ്റ്റ് സ്വന്തം ജീവൻ തന്നെ സാക്രിഫൈസ് ചെയ്തു, ബലിയർപ്പിച്ചു. ആൻഡ് സോ ദാറ്റ് ദ സിൻസ് ഓഫ് ദ വേൾഡ് വുഡ് ബി വാഷ്ഡ് അവേ. മനുഷ്യരുടെ ലോകത്തിൻ്റെ പാപങ്ങൾ കഴുകിക്കളയാനായിട്ട് ജീസസ് ക്രൈസ്റ്റ് ഈ ആണികളാൽ തറയ്ക്കപ്പെട്ട് കുരിശിൽ മരിക്കപ്പെട്ടു. ആൻഡ് ദിസ് ഈസ് വൈ ദ ചൈൽഡ് ടോൾഡ് ദ ജയൻറ്റ് ദാറ്റ് ദോസ് വർ ദ വൂണ്ട്സ് ഓഫ് ലവ്. അതുകൊണ്ടാണ് ആ കുട്ടി ആ ജയൻറ്റിനോട് പറഞ്ഞത് ആ വൂണ്ട്, ആ ആണിപ്പാടുകൾ അല്ലെങ്കിൽ ആ മുറിവുകൾ സ്നേഹത്തിൻ്റെ മുറിവുകളാണെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. അടുത്തത്, ഈസ് ദർ സംതിങ് ലൈക്ക് ദിസ് ഗാർഡൻ നിയർ വെയർ യു ലിവ്. നിങ്ങൾ താമസിക്കുന്ന അടുത്ത് ഇങ്ങനെയുള്ള ഗാർഡൻ ഉണ്ടോ? വുഡ് യു ലൈക്ക് വൺ ആൻഡ് വൈ. അങ്ങനെയുള്ള ഗാർഡൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എന്തുകൊണ്ട്? ആൻഡ് വാട്ട് വുഡ് യു ഡു ടു കീപ്പ് ഇറ്റ് ഇൻ ഗുഡ് ഷേപ്പ്. നല്ല കണ്ടീഷനിൽ വെക്കാനായിട്ട് നിങ്ങൾ ആ ഗാർഡനിൽ നല്ല കണ്ടീഷനിൽ ഇരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? ഇത് സ്വന്തമായി ചെയ്യേണ്ട ഒരു ഇതാണ്. അപ്പോൾ സ്വന്തമായിട്ട് ആലോചിച്ച് എഴുതാനാണ് പറയുന്നത്. ദ ജയൻറ്റ് സോ എ മോസ്റ്റ് വണ്ടർഫുൾ സൈറ്റ്. വാട്ട് ഡിഡ് ഹി സീ. ആ ജയൻറ്റ് ഒരു വളരെ നല്ല മനോഹരമായ ഒരു സംഭവം കാണുന്നു, ഒരു സൈറ്റ് കാണുന്നു. ആൻഡ് വാട്ട് ഡിഡ് ഹി സീ. എന്താണ് കണ്ടത്? ദ ജയൻറ്റ് സോ ദ ചിൽഡ്രൻ ഹാഡ് എൻറ്റേർഡ് ദ ഗാർഡൻ ത്രൂ എ സ്മോൾ ഹോൾ ഇൻ ദ വാൾ. അതായത് ആ വാളിൽ, ആ മതിലിൽ ഒരു ഓട്ടയിലൂടെ, ഒരു സ്മോൾ ഹോളിലൂടെ കുട്ടികൾ ആ ഗാർഡൻ്റെ ഉള്ളിൽ കടന്നിരിക്കുന്നു. ആൻഡ് വർ സിറ്റിംഗ് ഓൺ ദ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീസ്. മരങ്ങളുടെ ബ്രാഞ്ചസിൽ കുട്ടികളിരിക്കുന്നു. ആൻഡ് ദർ വാസ് എ ചൈൽഡ് ഓൺ എവറി ട്രീ. ഓരോ മരത്തിലും ഓരോ കുട്ടിയിരിക്കുന്നു. ആൻഡ് ട്രീസ് ഹാവ് കവേർഡ് themselves with blossoms as they were glad to have the children back. കുട്ടികൾ തിരിച്ചു വന്നപ്പോൾ ആ മരങ്ങൾക്കെല്ലാം വളരെ സന്തോഷമായി. ആ മരങ്ങളിലെല്ലാം പൂക്കൾ നിറഞ്ഞു, ബ്ലോസം ചെയ്തു. ആൻഡ് ദ ബേർഡ്സ് വെർ ഫ്ലൈയിങ് അബൌട്ട് ആൻഡ് ട്വിറ്ററിങ് ഇൻ ഡിലൈറ്റ്. ബേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു നടക്കുന്നു. അതുപോലെ തന്നെ വളരെ സന്തോഷത്തിൽ, ഡിലൈറ്റിൽ അവർ എന്തൊക്കെയോ പറയുന്നുണ്ട്, പാടുന്നുണ്ട്. ആൻഡ് ദ ഫ്ലവേഴ്സ് ആൻഡ് ദ ഗ്രാസ് വെർ ലാഫിങ് ഔട്ട് ലൗഡ്. ഫ്ലവേഴ്സും ഗ്രാസും ഒക്കെ വളരെ ഉച്ചത്തിൽ എന്താ ചെയ്യാണ്, ചിരിക്കുകയാണ്.
അപ്പോൾ അങ്ങനെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള സൈറ്റായിരുന്നു ഈ ജയൻറ്റ് കണ്ടത്. വാട്ട് ഡിഡ് ഹി റിയലൈസ് ഓൺ സീയിങ് ഇറ്റ്? അത് കണ്ടപ്പോൾ എന്താണ് ഈ ജയൻറ്റിന് മനസ്സിലായത്? ഹി റിയലൈസ്ഡ് ദാറ്റ് സ്പ്രിംഗ് ഡിഡ് നോട്ട് കം ടു ഹിസ് ഗാർഡൻ ബിക്കോസ് ഹി ഹാഡ് പ്രിവെൻറ്റഡ് ദ ചിൽഡ്രൻ ഫ്രം പ്ലേയിങ് ഇൻ ഹിസ് ഗാർഡൻ. അദ്ദേഹത്തിന് മനസ്സിലായി, ഹി റിയലൈസ് ചെയ്തു, സ്പ്രിംഗ് ഡിഡ് നോട്ട് കം ടു ഹിസ് ഗാർഡൻ. ആ സ്പ്രിംഗ് വസന്തകാലം അദ്ദേഹത്തിൻ്റെ ഗാർഡനിൽ വരാതിരുന്നു. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹി ഹാഡ് പ്രിവെൻറ്റഡ് ദ ചിൽഡ്രൻ ഫ്രം പ്ലേയിങ് ഇൻ ഹിസ് ഗാർഡൻ. അദ്ദേഹം ഈ ജയൻറ്റ് ഈ കുട്ടികളെ അദ്ദേഹത്തിൻ്റെ ഗാർഡനിൽ കളിക്കുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു, പ്രിവെൻറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഈ വിൻ്റർ അല്ലെങ്കിൽ വിൻ്റർ മാറി സ്പ്രിംഗ് സീസൺ വരാതിരുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഹി റിയലൈസ്ഡ് ദാറ്റ് ഹി വാസ് സെൽഫിഷ് നോട്ട് ടു അലോ ദ ചിൽഡ്രൻ ടു പ്ലേ ഇൻ ഹിസ് ഗാർഡൻ. ആ കുട്ടികളെ അദ്ദേഹത്തിൻ്റെ ഗാർഡനിൽ കളിക്കാൻ അനുവദിക്കാതിരുന്നതിലൂടെ അദ്ദേഹം സെൽഫിഷായിരുന്നു, വളരെ സെൽഫിഷായി മാറി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. വൈ വാസ് ഇറ്റ് സ്റ്റിൽ വിൻ്റർ ഇൻ വൺ കോർണർ ഓഫ് ദ ഗാർഡൻ? ആ ഗാർഡൻ്റെ ഒരു കോർണറിൽ ഇപ്പോഴും വിൻ്റർ എന്തുകൊണ്ടായിരുന്നു? അവിടെ സ്പ്രിംഗ് വസന്തകാലം എന്തുകൊണ്ട് വന്നില്ല? ഇൻ വൺ കോർണർ ഓഫ് ദ ഗാർഡൻ, ആ ഗാർഡൻ്റെ ഒരു കോർണറിൽ ദർ വാസ് എ ട്രീ, ഒരു മരമുണ്ട്. ഓൾ കവേർഡ് വിത്ത് ഫ്രോസ്റ്റ് ആൻഡ് സ്നോ. ഇപ്പോഴും വിൻ്ററാണ് അവിടെ. മഞ്ഞും ഐസും ഒക്കെ കവർ ചെയ്ത് നിൽക്കുകയാണ് ആ മരം ഇപ്പോഴും. നോർത്ത് വിൻഡ് വാസ് ബ്ലോയിങ് ആൻഡ് റൂറിങ് അബൌ ഇറ്റ്. നോർത്ത് വിൻഡ്, തണുത്ത നോർത്ത് വിൻഡ് അതിൻ്റെ അവിടെയൊക്കെ ബ്ലോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ മരത്തിൻ്റെ മുകളിൽ അത് റോർ ചെയ്യുന്നു, ഗർജിക്കുന്നുണ്ട്. ലിറ്റിൽ ബോയ് വാസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. ഒരു ചെറിയ ആൺകുട്ടി അവിടെ നിൽക്കുന്നുണ്ട് ആ മരത്തിന് താഴെ. ബട്ട് ഹീ കുഡ് നോട്ട് റീച്ച് ഇറ്റ്സ് ബ്രാഞ്ചസ്. അതിൻ്റെ ബ്രാഞ്ചസിലോട്ട് അവനെ കയറാൻ പറ്റുന്നില്ല. ആസ് എ റിസൾട്ട് ദർ വാസ് സ്റ്റിൽ വിൻ്റർ ഇൻ ദിസ് പാർട്ട് ഓഫ് ദ ഗാർഡൻ. ആ ഗാർഡനിലെ ആ പാർട്ടിൽ, ആ ഭാഗത്ത്, ആ മരത്തിൽ ആ കൊച്ചുകുട്ടിക്ക് കയറാൻ പറ്റാതിരുന്നത് കൊണ്ടാണ് അവിടെ വിൻ്റർ ആയിരുന്നത്. ഡിസ്ക്രൈബ് ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ ലിറ്റിൽ ബോയ് ആൻഡ് ദ ജയൻറ്റ്. ആ ലിറ്റിൽ ബോയിൻ്റെയും ആ ജയൻറ്റിൻ്റെയും ഫസ്റ്റ് മീറ്റിങ്ങിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ ലിറ്റിൽ ബോയ് ആൻഡ് ദ ജയൻറ്റ് വാസ് ബിനീത്ത് ദ ട്രീ. ആ മരത്തിൻ്റെ താഴെയായിരുന്നു. ദാറ്റ് വാസ് കവേർഡ് വിത്ത് ഫ്രോസ്റ്റ് ആൻഡ് സ്നോ. ആ മരം കംപ്ലീറ്റ് ആയിട്ട് മഞ്ഞും അതുപോലെ തന്നെ ഐസുമായിട്ട് കവർ ചെയ്ത് നിൽക്കുകയായിരുന്നു. ദ ജയൻറ്റ് ടുക്ക് ഹിം ജെൻ്റ്ലി ഇൻ ഹിസ് ഹാൻഡ്സ്. ജയൻറ്റ് എന്ത് ചെയ്തു? ആ കൊച്ചുകുട്ടിയെ കൈകളിൽ ഉയർത്തി ആൻഡ് പുട്ട് ഹിം അപ്പ് ഇൻ ടു ദ ട്രീ. എന്നിട്ട് ആ മരത്തിൻ്റെ ബ്രാഞ്ചിലോട്ട് കയറ്റി വിട്ടു, ആ മരത്തിൽ കയറ്റിയിരുത്തി. ആൻഡ് ദ ട്രീ അറ്റ് വൺസ് ബ്ലോസംഡ്. അറ്റ് വൺസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ, ആ മരം പെട്ടെന്ന് തന്നെ ബ്ലോസം ചെയ്തു, പൂക്കൾ വന്നു. ആൻഡ് ദ ബേർഡ്സ് കെയിം ആൻഡ് സാങ് ഓൺ ഇറ്റ്. പക്ഷികൾ വന്നു, അതിലിരുന്നു, പാട്ടുകൾ പാടി. ആൻഡ് ദ ലിറ്റിൽ ബോയ് സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് 2 ആംസ്. ആ ചെറിയ കുട്ടി എന്ത് ചെയ്തു? 2 കൈയും വിരുത്തി അല്ലെങ്കിൽ നീട്ടിക്കൊണ്ട് ഫ്ലങ് ദം അറൗണ്ട് ദ ജയൻറ്റ്സ് നെക്ക്. ജയൻറ്റിൻ്റെ നെക്കിൻ്റെ, അതായത് കഴുത്തിന് ചുറ്റും കെട്ടിപ്പിടിച്ച് എന്ത് ചെയ്തു? കിസ് ചെയ്തു ജയൻറ്റിനെ. ആൻഡ് കിസ്ഡ് ഹിം. ഡിസ്ക്രൈബ് ദെയർ സെക്കൻഡ് മീറ്റിംഗ് ആഫ്റ്റർ എ ലോങ് ഇൻ്റർവെൽ. ഒരുപാട് കാലത്തിന് ശേഷം അവരുടെ ആ ലിറ്റിൽ ബോയിൻ്റെയും ജയൻറ്റിൻ്റെയും സെക്കൻഡ് മീറ്റിങ്ങിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. ഇൻ ദെയർ സെക്കൻഡ് മീറ്റിംഗ് ടുക്ക് പ്ലേസ് ആഫ്റ്റർ എ ലോങ് ഇൻ്റർവെൽ. ഒരുപാട് കാലത്തിന് ശേഷമാണ് അവർ രണ്ടാമതായി കാണുന്നത്. ഓൺ എ വിൻ്റർ മോർണിംഗ്, ഒരു വിൻ്റർ മോർണിംഗിലാണ് അവർ കാണുന്നത്. ദ ജയൻറ്റ് വാസ് സർപ്രൈസ് ടു സീ ദാറ്റ് ഇൻ ദ ഫാർദസ്റ്റ് കോർണർ ഓഫ് ദ ഗാർഡൻ. ആ ഗാർഡൻ്റെ ഏറ്റവും അറ്റത്ത് എന്തോ അദ്ദേഹം കണ്ടു, സർപ്രൈസ്ഡായി. ആൻഡ് ദെയർ വാസ് എ ട്രീ കവേർഡ് വിത്ത് ലവ്ലി വൈറ്റ് ബ്ലോസംസ്. എന്താ കണ്ടത്? ഒരു മരം ഒത്തിരി നല്ല വെള്ള പൂക്കളായിട്ട് കവർ ചെയ്ത് നിൽക്കുന്നു. അത് വിൻ്റർ സീസണായിരുന്നു. അപ്പോൾ മറ്റു മരങ്ങളിലൊന്നും പൂക്കളില്ല, ആ മരത്തിൽ മാത്രം പൂക്കൾ വന്നിരിക്കുന്നു. ആൻഡ് ദ ബ്രാഞ്ചസ് വെർ ഗോൾഡൻ. അതിൻ്റെ ബ്രാഞ്ചസ് വളരെ ഗോൾഡൻ കളറായിരുന്നു. ആൻഡ് ദ സിൽവർ ഫ്രൂട്ട് ഹങ് ഡൗൺ ഫ്രം ദം. അതുപോലെ തന്നെ ഒരു സിൽവർ കളറുള്ള വെള്ളി നിറത്തിലുള്ള ഒരു ഫ്രൂട്ടും ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു. ആൻഡ് ദ ലിറ്റിൽ ബോയ് സ്റ്റൂഡ് അണ്ടർനീത്ത് ഇറ്റ്. ആ ലിറ്റിൽ ബോയ് വന്ന് ആ മരത്തിൻ്റെ താഴെ നിൽക്കുന്നു. ആൻഡ് ദ ജയൻറ്റ് വെൻ ടുവേർഡ്സ് ഹിം ഇൻ ഗ്രേറ്റ് ജോയ്. വളരെ സന്തോഷത്തോടെ ആ ജയൻറ്റ് ആ ലിറ്റിൽ ബോയിൻ്റെ അടുത്തോട്ട് ഓടിച്ചെന്നു. ആസ് ഹി കെയിം നിയർ ദ ചൈൽഡ്.
ആ കുട്ടിയുടെ അടുത്തെത്തിയപ്പോൾ ഹിസ് ഫേസ് ഗ്രൂ റെഡ് വിത്ത് ആങ്കർ. ആ ജയൻറ്റിൻ്റെ ഫേസ് ദേഷ്യം കൊണ്ട് ചുവന്നു തുടുക്കുകയാണ്. വെൻ ഹി സോ, എന്തുകൊണ്ടാണ് വെൻ ഹി സോ ദാറ്റ് ദേ വർ ഇംപ്രിൻറ്റ്സ് ഓഫ് ദ നെയിൽസ് ഓൺ ഹിസ് പാംസ് ആൻഡ് ഫീറ്റ്. ആ കൊച്ചുകുട്ടിയുടെ കൈകളിലും കാലുകളിലും ആണി തറച്ച പാടുകൾ കണ്ടപ്പോഴാണ് ഈ ജയൻറ്റിന് ദേഷ്യം വന്നത്. അവൻ്റെ ഫേസ് റെഡായി മാറി. ആൻഡ് ദ ജയൻറ്റ് ആസ്ക്ഡ് ദി ലിറ്റിൽ ബോയ് ഹൂ ഹാഡ് wounded ഹിം. ആരാണ് ആ കൊച്ചുകുട്ടിയെ ഇങ്ങനെ മുറിവേൽപ്പിച്ചതെന്ന് ചോദിച്ചു. ആൻഡ് ടോൾഡ് ഹിം ദാറ്റ് ഹീ വുഡ് സ്ലേ ദ വൺ ഹൂ ഹാഡ് ഡൺ സോ. ആരാണോ അങ്ങനെ ചെയ്തത് അവനെ ഈ ജയൻറ്റ് സ്ലേ എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നാണ് അർത്ഥം, കില്ല് ചെയ്യുക എന്നാണ് അർത്ഥം. അതായത് ഞാൻ എൻ്റെ സ്വാഡ് കൊണ്ട്, എൻ്റെ വാൾ കൊണ്ട് ഞാൻ അവനെ കൊല്ലുമെന്ന് പറഞ്ഞു. ആൻഡ് ദി ചൈൽഡ് ആൻസേർഡ്, ചൈൽഡ് പറഞ്ഞു, ദോസ് വർ ദ വൂൺസ് ഓഫ് ലവ്. അല്ല, അത് ആ മുറിവെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ മുറിവുകളാണ്. അപ്പോൾ എന്തോ സ്ട്രേഞ്ചായിട്ട് ഈ ജയൻറ്റിന് തോന്നി. ജയൻറ്റ് ആ കൊച്ചുകുട്ടിയുടെ മുമ്പിൽ മുട്ടുകുത്തി. ആൻഡ് ജയൻറ്റ് ആസ്ക്ഡ് ഹിം ഹൂ ഹി വാസ്. എന്നിട്ട് ചോദിച്ചു, നീ ആരാണ്? ആ കൊച്ചുകുട്ടിയോട് ചോദിച്ചു, നീ ആരാണ്? ദ ജയൻറ്റ് സ്മൈൽഡ് അറ്റ് ദ ജയൻറ്റ്. ദ ചൈൽഡ് സ്മൈൽഡ് അറ്റ് ദ ജയൻറ്റ്. ആ കൊച്ചുകുട്ടി ആ ജയൻറ്റിനെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, സെഡ് ടു ഹിം ദാറ്റ് സിൻസ് ഹി ഹാഡ് ലെറ്റ് ഹിം പ്ലേ വൺസ് ഇൻ ഹിസ് ഗാർഡൻ. ഒരിക്കൽ ഈ ജയൻറ്റ് ആ കൊച്ചുകുട്ടിയെ അദ്ദേഹത്തിൻ്റെ ഗാർഡനിൽ കളിക്കാനായിട്ട് പെർമിറ്റ് ചെയ്തിരുന്നു, അലോ ചെയ്തിരുന്നു. ആൻഡ് ദാറ്റ് ഡേ, ആ ദിവസം, ആൻഡ് വുഡ് കം വിത്ത് ഹിം ടു ഹിസ് ഗാർഡൻ. ചൈൽഡ് പറഞ്ഞു, ആ ദിവസം ജയൻറ്റിനോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ഗാർഡനിലോട്ട് വരണം. ആൻഡ് വിച്ച് വാസ് പാരഡൈസ്, ആ സ്വർഗമാവുന്ന എൻ്റെ ഗാർഡനിലോട്ട് നിങ്ങൾക്ക് വരണമെന്ന് പറഞ്ഞു. ദ ജയൻറ്റ് ലേ ഡെഡ് ഓൾ കവേർഡ് വിത്ത് വൈറ്റ് ബ്ലോസംസ്. ജയൻറ്റ് അവിടെ ആ മരത്തിന് താഴെ മരിച്ചു കിടക്കുന്നു. ആൻഡ് ഓൾ കവേർഡ് വിത്ത് വൈറ്റ് ബ്ലോസംസ്, വൈറ്റ് ഫ്ലവർ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നു. ആൻഡ് വാട്ട് ഡസ് ദിസ് സെൻറ്റൻസ് ഇൻഡിക്കേറ്റ് അബൌട്ട് ദ വൺസ് സെൽഫിഷ് ജയൻറ്റ്? ഒരിക്കൽ സെൽഫിഷായ ആ ജയൻറ്റിനെ കുറിച്ച് ഈ സെൻറ്റൻസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദ വൈറ്റ് ബ്ലോസംസ് ദാറ്റ് കവേർഡ് ദ ജയൻറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഹി വാസ് നോട്ട് സെൽഫിഷ് എനിമോർ. ആ വൈറ്റ് ഫ്ലവേഴ്സ്, ആ കവർ ചെയ്ത് കിടക്കുന്ന ആ വൈറ്റ് ഫ്ലവേഴ്സ്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ജയൻറ്റ് ഹീ ഈസ് നോട്ട് സെൽഫിഷ് എനിമോർ. ഇപ്പോൾ ആ ജയൻറ്റ് സെൽഫിഷ് അല്ല എന്നതാണ് ആ വൈറ്റ് ഫ്ലവേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, പറയുന്നത്. ആൻഡ് ഹി ഹാഡ് അണ്ടർസ്റ്റുഡ് ഹൗ മീൻ ഹി ഹാഡ് ബീൻ ബൈ നോട്ട് അലൗയിങ് ദ ചിൽഡ്രൻ ടു പ്ലേ ഇൻ ഹിസ് ഗാർഡൻ. ആ ഗാർഡനിൽ ആ കുട്ടികളെ കളിക്കാനായി അനുവദിക്കാതെ അദ്ദേഹം എത്ര മീനായിരുന്നു, എത്ര സെൽഫിഷ് ആയിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി, റിയലൈസ് ചെയ്തിരിക്കുന്നു. ആൻഡ് ഹി ഹാഡ് റിയലൈസ്ഡ് ഹിസ് മിസ്റ്റേക്ക്. അദ്ദേഹം ആ ജയൻറ്റിൻ്റെ മിസ്റ്റേക്ക് റിയലൈസ് ചെയ്തു. ആൻഡ് വാസ് കൈൻഡ് ടു ദ ചിൽഡ്രൻ ഫ്രം ദെൻ ഓൺ. അപ്പോൾ തൊട്ട് ആ ജയൻറ്റ് കുട്ടികളോട് വളരെ ദയാലുവായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് വൈ ഹിസ് ബോഡി വാസ് കവേർഡ് വിത്ത് വൈറ്റ് ബ്ലോസംസ് വെൻ ഹി ഡൈഡ്. അതുകൊണ്ടാണ് ആ ജയൻറ്റിൻ്റെ ബോഡി വൈറ്റ് ഫ്ലവേഴ്സ് വെച്ച്, അല്ലെങ്കിൽ വൈറ്റ് ബ്ലോസം വെച്ച് കവർ ചെയ്ത് കിടന്നിരുന്നത് അദ്ദേഹം മരിച്ചപ്പോൾ. ആൻഡ് അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് കൺസിഡർ subscribing, sharing and liking the video. Thank you.